അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കാൽപ്പാടുകളാണ് ഈ കാണുന്നത്. എന്റെ സലാല യാത്രയിൽ എന്നും ഓർമ്മിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്റെ ക്യാമറ കണ്ണുകളിൽ പകർത്തിയിട്ടുള്ളൂ. അതിലൊരു സ്ഥലമാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ഒരു സ്ഥലം. ഇവിടേക്കുള്ള യാത്ര തന്നെ മനസ്സിനൊരു പ്രത്യേക അനുഭവമായിരുന്നു. പ്രവാചകനായ അയ്യൂബ് നബിയുടെ ജീവചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ്. ആരോഗ്യം, സമ്പത്ത്, കുടുംബജീവിതം, അങ്ങനെ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് നൽകി. എന്നാൽ ഒരേ ഒരു ദിവസം കൊണ്ട് എല്ലാം മാറിമറിഞ്ഞു. അദ്ദേഹത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, പിന്നീട് വളരെ കഠിനമായ ഒരു രോഗവും അദ്ദേഹത്തെ ബാധിക്കുകയുണ്ടായി. ഇത്രയൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടും ഒരിക്കൽ പോലും എന്തുകൊണ്ട് ഇത് എനിക്ക് മാത്രം എന്ന് അദ്ദേഹം റബ്ബിനോട് പരാതി പറഞ്ഞിട്ടില്ല. പകരം എല്ലാ സാഹചര്യത്തിലും അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ച് ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇന്നും അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് സബർ അഥവാ ക്ഷമ എന്ന വാക്കാണ്. ഇന്ന് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയതും ഇത് തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മക്ബറ സന്ദർശിച്ചു. തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ ഒരു പാറക്കെട്ട് നമുക്ക് കാണാൻ പറ്റും. ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണ് എന്ന് എനിക്ക് അറിയില്ല. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ചെന്നത് ചരിത്രം കുറിച്ചു വെച്ച മറ്റൊരിടത്തേക്കായിരുന്നു. ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വഴികളെ കുറിച്ച് എന്ത് പറഞ്ഞാണ് വിവരിക്കാന്ന് എനിക്കറിയില്ല. കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തത്ര ഭംഗിയാണ് ഇവിടുത്തെ പ്രകൃതി. ഒരു നിമിഷം നമ്മൾ കേരളത്തിലാണോ എന്ന് വരെ ചിന്തിച്ചു പോകും. 50 ഡിഗ്രി വരെ ചൂട് പോകുന്ന ഒരു ഗൾഫ് രാജ്യമാണ് ഇത് എന്ന് ഞാൻ എങ്ങനെയാ നിങ്ങളോട് പറയാം. പ്രകൃതിയുടെ ഭംഗി അവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് വരാം. രോഗം ബാധിച്ച് ഏറെ കഷ്ടത അനുഭവിക്കുന്ന അയ്യൂബ് നബി ഒരിക്കൽ അള്ളാഹുവിനോട് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനയില് അള്ളാഹു അദ്ദേഹത്തോട് തന്റെ കാൽ ഭൂമിയിൽ അടിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ അവിടെ നിന്നും വളരെ ശുദ്ധവും തണുത്തതുമായ ഒരു ഉറവ പൊട്ടി പുറപ്പെടുകയുണ്ടായി. പിന്നീട് ആ വെള്ളം കുടിക്കുകയും അതിൽ കുളിക്കുകയും ചെയ്തപ്പോഴാണ് അള്ളാഹുവിന്റെ അനുമതിയാൽ തന്നെ അദ്ദേഹം പൂർണ്ണമായി സുഖം പ്രാപിക്കുകയുണ്ടായി എന്നാണ് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നത്. ഇവിടെ എത്തുന്ന സന്ദർശകരിൽ 90% ആൾക്കാരും ഈ ഒരു വെള്ളം തൊടാതെ തിരിച്ചു പോവാറില്ല. ഈ ഒരു സ്ഥലവും ഇതിനെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രവും കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ എത്രയൊക്കെ നീണ്ടുപോയാലും അള്ളാഹു തന്റെ അടിമയെ ഒരിക്കലും മറക്കില്ല. ശരിയായ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവന്റെ സഹായം തീർച്ചയായും നമുക്കുണ്ട്. ആ സഹായം നമ്മളിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ഒരു ക്ഷമയുണ്ടല്ലോ, അത് മാത്രമേ നമ്മൾക്ക് വേണ്ടതുള്ളൂ. സുബ്ഹാനല്ലാഹ്, ക്യാമറയിൽ കാണുന്നതിലും എത്രയോ മനോഹരമാണ് ഈ ഒരു സ്ഥലം. ഈ കാഴ്ചകളെ കുറിച്ചൊന്ന് വർണ്ണിച്ച് പറയാൻ വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ ഞാനൊരു കവിയത്രിയോ എഴുത്തുകാരിയോ അങ്ങനെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകും. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് സലാല കാണാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ തിരിച്ചു പോകും. സലാലയിൽ ഇതുപോലെ ക്യാപ്ചർ ചെയ്ത് വെച്ച 1-2 സ്ഥലങ്ങൾ കൂടിയുണ്ട്. അതിന്റെ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതേ. അങ്ങനെ മലകളെ തലോടിയ മഞ്ഞിനൊപ്പം ആ ദിവസത്തിലെ ഏറ്റവും നല്ല ഓർമ്മകളും നെഞ്ചിലേറ്റി നമ്മൾ അവിടെ നിന്ന് യാത്ര മടങ്ങി. ഇനിയും കാണും വരേക്കും ജസാക്കല്ലാഹ് ഖൈർ.